ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് വിവരം വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഭരണസമിതിക്ക് കത്ത് നൽകാൻ ക്ഷേത്ര സംരക്ഷണ സമിതി. നിലവറകളിലേതിന് പുറമെയുള്ള വസ്തുക്കളുടെ സ്റ്റോക്ക് രജിസ്റ്റർ തയ്യാറാക്കണമെന്നാണ് ആവശ്യം. നിലവിലെ സ്ഥിതി തുടർന്നാൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നും ക്ഷേത്രം സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ നായർ ന്യൂസ് 18നോട് പറഞ്ഞു. ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണ്ണദണ്ഡ് തിരികെ കിട്ടിയെങ്കിലും തുടർച്ചയായി അമൂല്യ വസ്തുക്കൾ കാണാതാകുന്നതിലെ ദുരൂഹത ഒഴിവാക്കണം എന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആവശ്യം. സ്റ്റോക്ക് രജിസ്റ്റർ തയ്യാറാക്കുകയാണ് അതിൽ പ്രധാനം. നിത്യോപയോഗത്തിനുള്ള വസ്തുക്കളുടെ ഉൾപ്പെടെ കണക്ക് വ്യക്തമാക്കണം. നിലവിൽ അതിനകത്തുള്ള റെക്കോർഡുകളൊന്ന് സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്യിപ്പിക്കുക. എന്തൊക്കെ സാധനമുണ്ട്, ഭഗവാന്റെ രത്നങ്ങൾ നിലവറയിരിക്കുന്നതല്ല, ഡെയിലി വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ പത്മനാഭന് ചാർത്തേണ്ട ആടയാഭരണങ്ങളും വസ്തുക്കളുടെയും ഒരു ലിസ്റ്റ് സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്യുക. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറെ സ്റ്റോറിൽ പോസ്റ്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് പൂജയ്ക്ക് കൊടുക്കുക, തിരിച്ചേൽപ്പിക്കുക. അത് നടന്നിട്ടില്ല എങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതി അതിന്റേതായ രീതിയിലുള്ള നിയമവഴികളിലേക്ക് പോകും. അമൂല്യ വസ്തുക്കൾ കാണാതാവുകയും പിന്നീട് കേസാകുമ്പോൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന വിചിത്ര രീതിയും ഏറെ സംശയങ്ങൾക്ക് ഇട നൽകുന്നു. കിണ്ണം ഇതുപോലെ കട്ട് ചെയ്തു, തിരിച്ച് കിണ്ണം കൊണ്ടുവച്ചു. ദണ്ട് ഇപ്പൊ കട്ട് ചെയ്തു, കൊണ്ടുവച്ചു. അവിടെ നിൽക്കുന്ന ഹനുമാന്റെ വിരല് വരെ തങ്കം അറുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതും ആളറിഞ്ഞിട്ടും നടപടികൾ എടുത്തിട്ടില്ല. ഇത് പല നാൾ കട്ടിയിടും കള്ളൻ, ഒരു നാൾ പിടി വീഴും. ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഒരുത്തനാണ്, അതിന് യാതൊരു സംശയമില്ല. ഭരണ സ്വാധീനത്തിന്റെ ഉറപ്പാണ്, രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഉറപ്പാണ്. ഭക്തജനങ്ങളെ വടിയാക്കുന്ന രീതിയിൽ ഇനിയും ഇത്തരത്തിലുള്ള മോഷണങ്ങൾ അവിടെ പോടരുത്. ഒരു വിഭാഗം ഈശ്വര വിശ്വാസമില്ലാത്ത വ്യക്തികൾ അതിനകത്ത് സ്റ്റാഫുകളായിട്ടുണ്ട്. സാമാന്യമായെങ്കിലും പത്മനാഭസ്വാമിയെ വിശ്വാസമുള്ളവനാണെങ്കിൽ അത് തറയിൽ കിടന്നാലും എടുത്തവിടെ വയ്ക്കും. CCTV പതിയാത്ത സ്ഥലത്തു നിന്നാണ് സ്വർണ്ണദണ്ഡ് നേരത്തെ കണ്ടെടുത്തത്. മണലിൽ ഒരടിയോളം താഴ്ചയിലേക്ക് ദണ്ഡ് പോയതെങ്ങനെ എന്ന ചോദ്യത്തിനും ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം.